നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഡന്റിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ടൈം അറ്റൻഡൻസ് മെഷീനാണ്, അഥവാ പഞ്ചിങ് മെഷീൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ദിവസത്തെ പഞ്ചിങ് ഡാറ്റകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ എങ്ങനെ ഈ ടൈം അറ്റൻഡൻസ് മെഷീനായ ഐഡന്റിക്സിന്റെ ഈ പഞ്ചിങ് മെഷീനിൽ നിന്ന് എങ്ങനെ നമ്മുടെ വിൻഡോസ് PC-യിലേക്ക് ഡാറ്റ, അതായത് അറ്റൻഡൻസ് രജിസ്റ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഈ ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഐഡന്റിക്സിന്റെ ടൈം അറ്റൻഡൻസ് മെഷീനാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് ഡോർ ആക്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം പഞ്ചിങ് മെഷീനാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത് കാണാം, ഇത്രയും പിന്നുകളുണ്ട്. ഇത് ഡോർ ആക്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കണക്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ 2 പിന്നെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇത് ഈ മെഷീന് വേണ്ട പവർ സപ്ലൈ, അതായത് 12 വോൾട്ട് ഒരു 1 ആംപിയർ DC പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലൊരു സെപ്പറേറ്റ് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു DC സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ബാറ്ററി ഈ ഡിവൈസ് ഏകദേശം ഒരു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും. ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ DC പവർ സപ്ലൈ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈതർനെറ്റ് പോർട്ട് ഉണ്ട്, അഥവാ നെറ്റ്വർക്ക് കേബിളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു NIC പോർട്ട് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് നെറ്റ്വർക്ക് കേബിൾ കണക്ട് ചെയ്യാൻ പോവാണ്. നെറ്റ്വർക്ക് കേബിളിൽ കൂടിയാണ് ഈ ഡിവൈസിൽ നിന്ന്, അതായത് ഐഡന്റിക്സിൻ്റെ ഈ ഡിവൈസിൽ നിന്ന് നമ്മൾ ഡാറ്റ ചെയ്യുന്നത് നമ്മുടെ വിൻഡോസ് PC-യിലേക്ക് സേവ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്ക് കേബിളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രൈറ്റ് ത്രൂ മെത്തേഡിൽ ക്രിമ്പ് ചെയ്ത ഒരു നെറ്റ്വർക്ക് കേബിളാണത്. ഇതിൻ്റെ 2 സൈഡിലും നമ്മുടെ RJ45 ജാക്കുണ്ട്. ഇത് സ്ട്രൈറ്റ് ത്രൂ മെത്തേഡിലാണ് ക്രിമ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീന്, ബ്രൗൺ വൈറ്റ് ബ്രൗൺ, ഈ 2 സൈഡും ആ രീതിയിലാണ് ഇത് ക്രിമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേബിള് നമ്മൾ നമ്മുടെ PC-യിലേക്കും നമ്മുടെ പഞ്ചിങ് മെഷീനിലേക്കും കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കേബിളിൻ്റെ മറ്റേ എൻഡ് ഞാൻ കണക്ട് ചെയ്യുന്നത് നമ്മുടെ PC-യിലേക്കാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഉണ്ടെങ്കിൽ തുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം തുറക്കുക. അവിടെ ആദ്യം നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് eSSL eTimeTrackLite സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. eSSL eTimeTrackLite എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഫസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇത് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ കയറിയതിന് ശേഷം നമുക്ക് ഗെറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ ഇമെയിൽ ID, പാസ്വേഡ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ നമുക്ക് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു 200 അറ്റൻഡൻസ് എങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, റിപ്പോർട്ടുകൾ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാം. ക്യാഷ് കൊടുക്കണം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ പല വെബ്സൈറ്റുകളിൽ ഇതിൻ്റെ ക്രാക്ക്ഡ് ഫയൽ കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ റിസ്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ വൈറസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കണ്ടത് നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറേ പോപ്പപ്പുകളൊക്കെ വരും, പക്ഷെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഫയൽ വരുന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ആവും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. eTimeTrackLite എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിനകത്തുനിന്ന് ഈ സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫയലാണ് നിങ്ങളിവിടെ കാണുന്നത്, eTimeTrackLite എന്ന് പറയുന്നത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലാദ്യം തന്നെ ഒരു ലോഗിൻ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് eSSL എന്ന് തന്നെയാണ്, സ്മോൾ ലെറ്ററാണ്. ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് യു ഹാവ് 193 അറ്റംപ്റ്റ്സ് റിമൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ യെസ് കൊടുക്കുന്നു. അപ്പോൾ ലൈസൻസ് കീയും മറ്റും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മുടെ നെറ്റ്വർക്ക് കേബിൾ വഴി നമ്മുടെ ഡിവൈസിന് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ ഡിവൈസിൻ്റെ മെനുവിലേക്ക് കയറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ മെനു ബട്ടൺ. ഞാൻ മെനു ബട്ടൺ പ്രസ് ചെയ്യുന്നു. മെനു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അഡ്മിൻ അഫെയിം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ അഡ്മിനാണ്. ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഓപ്ഷനിലേക്ക് മെയിൻ ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്.
അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. അതിന് നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ നെറ്റ്വർക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കാണാൻ പറ്റും ഇവിടെ IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192.168.1.88 ആണ്. 88 സബ്നെറ്റ് മാസ്ക് നിങ്ങൾക്കറിയാം, ഇതൊരു ക്ലാസ് C അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഡിവൈസിൽ യൂസ് ചെയ്തിരിക്കുന്ന IP അഡ്രസ്സ് 192.168.1.88 ആണ്. ഇതൊരു ക്ലാസ് C അഡ്രസ്സാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന സബ്നെറ്റ് മാസ്ക് ഡിഫോൾട്ടായിട്ട് 255.255.255.0 ആണ്. ഡിഫോൾട്ട് ഗേറ്റ് വേ മീൻസ് അത് മോഡത്തിൻ്റെ ആ ഒരു IP അഡ്രസ്സാണ്, അല്ലെങ്കിൽ ആ ഗേറ്റ് വേ ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഡിഫോൾട്ടായിട്ട് 1.1 ആണ് വരുന്നത്, അതായത് 192.168.1.1. DNS സെർവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്താൽ മതി. അതിവിടെ കാണിക്കുന്നുണ്ട്. പ്രിഫേർഡ് DNS സെർവർ 192.168.1.1 ആണ്. പിന്നെ നെറ്റ്വർക്ക് സ്പീഡൊക്കെ ഓട്ടോയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി നമ്മുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ഏതാണെന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റിയത് 192.168.1.88 ആണ്. ഇതൊരു ക്ലാസ് C അഡ്രസ്സാണ്. ഓക്കെ, ഞാൻ ഡിവൈസിന് തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ PC കാണാൻ പറ്റുമോ? ഈ PCയിൽ നമ്മൾ റൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാണ്. PCയിൽ റൺ എന്ന് പറഞ്ഞ ബോക്സിനകത്ത് CMD, അതായത് കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. ഇത് പലർക്കും പരിചിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് കമാൻഡ് പ്രോംപ്റ്റ്. ഇതിൻ്റെ കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ പിങ്, അതായത് നമ്മുടെ ഈ നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഈ പഞ്ചിങ് മെഷീനുമായിട്ട് ഇതിന് പിങ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പിങ് എന്ന് വെച്ചാൽ കണക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യാണ് PING സ്പേസ് നമ്മുടെ ഡിവൈസിൻ്റെ IP അഡ്രസ്സ്. ഈ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് ഞാൻ പറഞ്ഞിരുന്നത് 192.168.1.88 ആയിരുന്നു. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുകയാണ് പിങ് സ്പേസ് 192.168.1.88. ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചിങ് മെഷീനുമായിട്ട് ഇതിന് കണക്ഷൻസ് ഉണ്ടോയെന്ന് കാണിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉണ്ട്. അത് ട്രാൻസ്ഫർ ചെയ്ത ഡാറ്റയും റിസീവ് ചെയ്ത ഡാറ്റയും നമ്മൾ കാണിക്കുന്നുണ്ട്. 1 millisecond പിങ് ആണുള്ളത്. അതായത് 1 millisecond കൊണ്ട് നമ്മുടെ പഞ്ചിങ് മെഷീനുമായിട്ട് കണക്ഷൻ പോയി തിരിച്ചു വന്നു. ഇവിടെ ലോസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ഡാറ്റ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പാക്കറ്റായിട്ട്. അത് റിസീവ് ചെയ്ത് 4ആയിട്ട് ലോസ്റ്റ് 0 ആണ്. അതായത് നമ്മുടെ പഞ്ചിങ് മെഷീനുമായിട്ട് ഈ പറഞ്ഞ PCക്ക് കണക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളീ പറഞ്ഞ പോലെ തന്നെ റൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക. അതിൽ ഈ നെറ്റ്വർക്ക് സെറ്റിങ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ IP സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് ഈ കമ്പ്യൂട്ടറിൽ ncpa.cpl എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ncpa.cpl എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, ഇതൊരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സ്ക്രീനിൻ്റെ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഞാനിപ്പം പഞ്ചിങ് മെഷീനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇൻ്റർനെറ്റിൻ്റെ ഐക്കൺ കാണിക്കാത്തത്. ഡയറക്റ്റ് പഞ്ചിങ് മെഷീനിലേക്കാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ കയറാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് വഴി കണക്ഷനായിട്ടുള്ളത് ഒരേ ഒരു പോർട്ട് വഴിയാണ്. അത് നമ്മുടെ ഈതർനെറ്റ് പോർട്ടാണ്. ഇതിൽ വൈഫൈയും ബ്ലൂടൂത്തും ഇല്ല. ഇതൊരു ലാപ്ടോപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ ലാപ്ടോപ്പിൻ്റെ ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വൈഫൈയുടെ അഡാപ്റ്റർ കാണിക്കും, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ അഡാപ്റ്റർ കാണിക്കും. ഇതിപ്പോൾ ഈതർനെറ്റ് പോർട്ട് മാത്രം ഉള്ളതുകൊണ്ടാണ് റിയൽടെക് PCI ജിഗാബിറ്റ് എക്സ്പ്രസ് ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈതർനെറ്റ് പോർട്ടിൻ്റെ ആ ഒരു IP അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന മെനുവിലേക്ക് പോകുന്നു. അതിൽ നമ്മൾ IP വേർഷൻ 4 അഥവാ IPv4 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 192.168.1.22 ആണ്. സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഇതൊരു ക്ലാസ് C അഡ്രസ്സാണ്, അതുകൊണ്ടാണ് സബ്നെറ്റ് മാസ്ക് ഇത് വന്നിരിക്കുന്നത്. ഡിഫോൾട്ട് ഗേറ്റ് വേ ആസ് യൂഷ്വൽ മോഡത്തിൻ്റെതാണ് ഈ ഡിഫോൾട്ട് ഗേറ്റ് വേ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് 1.2 ലാസ്റ്റ് ഡിജിറ്റാണ് പറഞ്ഞത്. നമ്മുടെ പഞ്ചിങ് മെഷീൻ്റെ അഡ്രസ്സ് 1.88 ആണ്. ഇത് ഒരേ ക്ലാസ് ആയതുകൊണ്ട് ഇത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഡിവൈസിന് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ ക്ലാസ് ആക്കി വെക്കണം. ഒരേ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ സബ്നെറ്റ് മാസ്ക് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. അതുപോലെ ഡിഫോൾട്ട് ഗേറ്റ് വേ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. എങ്ങനെ പല നെറ്റ്വർക്കിംഗ് ഡിവൈസുകളെ നമുക്ക് നമ്മുടെ PCയുമായിട്ട് കണക്ട് ചെയ്യാം, ഫയൽ ഷെയർ ചെയ്യാം, അങ്ങനെ പല ആക്സസുകൾ എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചിങ് മെഷീനെ, അതായത് ഈ ടൈം അറ്റൻഡൻസ് മെഷീനെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പോവാണ്. ഇതിൽ നിന്ന് ഫയൽസ് ഡൗൺലോഡ് ചെയ്യാൻ പോകണം കമ്പ്യൂട്ടറിലേക്ക്. അതിനായിട്ട് ആദ്യം പോകേണ്ടത് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്.
യൂട്ടിലിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക. അതിനകത്തൊന്ന് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ഇപ്പോൾ കുറേ ഡിവൈസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മുടെ പഞ്ചിങ് മെഷീൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത് 1.88 ആണ്. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഡിവൈസ്, ഇപ്പോൾ TD എന്ന് പറഞ്ഞ ഡിവൈസ് സെലക്ട് ചെയ്യുന്നു, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. അതിൽ നമ്മൾ സീരിയൽ നമ്പർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ IP അഡ്രസ്, നമ്മളുടെ ഡിവൈസ് ഏതാണോ അതിൻ്റെ IP അഡ്രസ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഡിവൈസിൻ്റെ IP അഡ്രസ് 1.88 ആണ്. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് കൊടുക്കുക. ഡിവൈസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിച്ച്. ഇനി നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഡിവൈസിന് കണക്ഷൻ ഉണ്ടെന്ന് നോക്കാൻ പറ്റും. അതിൽ എഡിറ്റ് കയറിയിട്ട് ടെസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ടെസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൊരു സൗണ്ട് കേൾക്കും. ചെറിയൊരു സൗണ്ട് കേട്ടിരുന്നു. ഇവിടെ കാണിക്കുന്നുണ്ട് കണക്റ്റഡ് ടു ഡിവൈസ് സക്സസ്ഫുള്ളി. അതായത് നമ്മുടെ ഈ പഞ്ചിങ് മെഷീനുമായിട്ട് ഈ കമ്പ്യൂട്ടർ സക്സസ്ഫുള്ളി കണക്റ്റ് ആയിരിക്കുന്നു. ഇനി നമ്മൾ ഡേറ്റ എടുക്കാൻ പോവുകയാണ്. ഡേറ്റ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പോകേണ്ടത് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഡിവൈസ് സെലക്ട് ചെയ്യണമായിരുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയതാണ് നമ്മുടെ ഡിവൈസ്. അതിനെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഞാൻ സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നതിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എത്രത്തോളം ഫയൽസ് ഡൗൺലോഡ് ആവുന്നുണ്ടെന്ന് ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ലോഗിൻ ടൈം, ഇങ്ങനെ പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ 1893 ഫയൽസ് ഉണ്ടായിരുന്നത്. അതിപ്പം എല്ലാ പഞ്ചിങ് ഡേറ്റാസും ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മെഷീനിൽ ഒരു സൗണ്ട് കേട്ടിരുന്നു, ഡേറ്റാസ് മൊത്തം ഡൗൺലോഡ് ആയിട്ടുണ്ടെന്ന്. നമ്മളിതിൽ നിന്ന് അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിനകത്തുനിന്ന് ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ടുണ്ട്, മന്ത്ലി റിപ്പോർട്ടുണ്ട്. നമുക്ക് വേണ്ടത് മന്ത്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ മന്ത്ലി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനകത്ത് എങ്ങനെ വേണമെന്നുള്ളൂ, മന്ത്ലി ബേസിക്സ് റിപ്പോർട്ടുണ്ട്, മന്ത്ലി സമ്മർ റിപ്പോർട്ടുണ്ട്, മന്ത്ലി ബേസിക്സ് വർക്ക് ഡ്യൂറേഷൻ റിപ്പോർട്ടുണ്ട്, മന്ത്ലി ഡീറ്റെയിൽഡ് വർക്ക് ഡ്യൂറേഷൻ റിപ്പോർട്ടുണ്ട്. അങ്ങനെ പലതുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മന്ത്ലി റിപ്പോർട്ട് എടുത്തിട്ട് മന്ത്ലി ഡീറ്റെയിൽഡ് വർക്ക് ഡ്യൂറേഷൻ റിപ്പോർട്ടാണോ അല്ലെങ്കിൽ മന്ത്ലി ഡീറ്റെയിൽഡ് വർക്ക് ഡ്യൂറേഷൻ റിപ്പോർട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് മാസം മുതലുള്ളതാണ് വേണ്ടതെന്ന് നോക്കുന്നത്. ഞാനിപ്പോൾ മാർച്ച് മാസത്തെയാണ് എടുക്കുന്നത്. അപ്പോൾ മാർച്ച് മാസം 1-ാം തീയതി മുതൽ, ഇത് 30 ദിവസത്തെ ഡേറ്റാസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. മാർച്ച് മാസം 1-ാം തീയതി മുതൽ ഈ പറഞ്ഞ പോലെ മാർച്ച് മാസം 31 വരെയുള്ള ഡേറ്റാസ് സെലക്ട് ചെയ്തു. ഇനി ഫിൽറ്റർ വേണം. ചില എംപ്ലോയീസിൻ്റെ ഡേറ്റ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയണോ, അവരെ ഒഴിവാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്, ഒരു മാസത്തെ ഡേറ്റാസ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ലൈസൻസ്ഡ് ആണ്. അതായത് ഒരു മാസത്തെ ഡേറ്റാസ് മാത്രമേ നമുക്ക് പഞ്ച് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാർച്ച് 1-ാം തീയതി മുതൽ മാർച്ച് 31-ാം തീയതി വരെയുള്ള ഡേറ്റ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. വേറെ ഒന്നും ഫിൽറ്ററിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജനറേറ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഈ പറഞ്ഞ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഇതിപ്പം ശരത്ത് എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ശരത്ത് എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആണ്. ആ എംപ്ലോയിയുടെ പേരിലുള്ള റിപ്പോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൾ ടൈമിങ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ടൈം ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സകലമാന ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ട്. ടൈമിന്, ടൈം ഔട്ട്, ഓവർ ടൈം ഉണ്ടോ, ലേറ്റ് ആണോ എന്നുള്ള സകലമാന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ലീവ് ആണ് ലീവ് എന്ന് പറഞ്ഞാൽ, പ്രസൻ്റ് ആണ് പ്രസൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും, ആബ്സെൻ്റ് ആണ് ആബ്സെൻ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കും. ചില കേസുകളിൽ നമ്മൾ ഇത് ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇവിടെ എംപ്ലോയി 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക എക്സലിലേക്ക്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ട് അപ്പോൾ സേവ് കൊടുക്കുകയാണ്. എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അതായത് എക്സലിലേക്ക് എക്സ്പോർട്ട് ആക്കണോ അതോ PDF-ലേക്ക് എക്സ്പോർട്ട് ആക്കണോ എന്ന് ചോദിക്കുന്നത്. ഞാൻ എക്സലിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഈ ഫയലിൻ്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും, വർക്ക് ഡ്യൂറേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ സേവ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫയലായി. ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു പേരിൽ ഫയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.